ഈ കർക്കിടക മാസത്തിൽ വീട്ടിലിരുന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ പച്ചിലത്തോരനെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഈ പച്ചിലകളെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് കേട്ടോ, പച്ചിലകളൊക്കെ വെച്ച് തിന്നണമെന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇത് വേപ്പിൻ്റെ മുകളിൽ നിറച്ച് ഇലകളുണ്ട്. പക്ഷേ അധികമൊന്നും പച്ചിലകൾ കിട്ടാനില്ല. വേപ്പിൻ മഴ വെച്ചാൽ വേണ്ടാത്ത പോലെയാണ് നിൽക്കുന്നത്. മുറ്റത്ത് പഠിക്കുക പുറത്ത് ചേമ്പിലിങ്ങനെ നമ്മൾ നോക്കി ചിരിച്ച് നിൽക്കുകയാണ്. കാട്ടുചേമ്പാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ വളരെ കൊതിയായിട്ട് വെച്ച് നോക്കിയതാണ്. യൂട്യൂബിലൊക്കെ കാണാൻ വെച്ച തൊഴിലാണ്. പക്ഷേ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. താള് വെച്ച് നോക്കിയതാണ്, അത് കളയേണ്ടി വന്നു. പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ കുറേ ചേമ്പിൻ്റെ ഇല വെച്ച് കറി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും എനിക്ക് ചേമ്പ്, കാട്ടുചേന അതൊക്കെയാണ് നോട്ടം കൂടുതൽ. ഞങ്ങളുടെ ഉൾപ്രദേശമാണ്. അതൊക്കെ വെച്ച് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊടിയിൽ വളപ്പിൽ ഇതുപോലെ തുമ്പ, കള്ളിച്ചെടി ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കറി വെക്കാമെന്ന് പറയുന്നു. ഞാനൊരു ദിവസം കറി വെച്ചപ്പോൾ അതിൽ കുറേ കുമ്പളങ്ങയുടെ ഇല ഇട്ടു. അപ്പോൾ അത് പക്ഷേ ടേസ്റ്റ് വന്നില്ല, ആകെ കയ്ക്കലായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയുടെ ഇല കുറേ കൂടി ഉണ്ടെങ്കിൽ കയ്പ്പാവും എന്നാണ് പറയണത്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, വെച്ചപ്പോൾ ഭയങ്കര കയ്പ്പായിരുന്നു. അപ്പോൾ കൂടുതലും കുമ്പളങ്ങയുടെ ഇലയായിരുന്നു. പിന്നെ ഇതുപോലെ തുമ്പയുടെ ഇല, തഴുതാമ ഇതൊക്കെ വളപ്പിലുണ്ട്. അതൊക്കെ ഇങ്ങനെ വെച്ച് തിന്നാനും ഒരു മടി തോന്നും. നമ്മുടെ വളപ്പിലുള്ളത് തിന്നൊരു എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എന്തോ കണ്ടോ. ഇതുപോലെ തഴുതാമ, ചെറിയ ചെറിയ കുറേ നമ്മൾക്ക് പുല്ലാന്ന് വിചാരിക്കുന്ന ചെടികളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെ. പിന്നെ ഇപ്രാവശ്യം എന്നല്ല, ഞങ്ങൾക്കൊരു 10 കൊല്ലമായിട്ടുണ്ട് കൂണ് കിട്ടിയിട്ട്. യൂട്യൂബിലൊക്കെ കൂണിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവും. പക്ഷേ ഞങ്ങൾ 1-2 കൂണ് കിട്ടാറുണ്ട്. അത് ഞങ്ങളിങ്ങനെ കളയും. അത് ചിലപ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്തതാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.